ഹരിപ്പാട് മുതുകുളത്തിന് സമീപം ക്രിസ്മസ് സന്ദേശം നൽകാൻ എത്തിയവരെ RSSകാർ ഭീഷണിപ്പെടുത്തി ഓടിച്ചു. തങ്ങൾ RSSന്റെ സജീവ പ്രവർത്തകരാണെന്ന് മുന്നറിയിപ്പ് നൽകിയാണ് ഭീഷണിപ്പെടുത്തിയത്. ആദ്യം ആ ദൃശ്യങ്ങളിലേക്ക്. ലോകത്തിന്റെ ഒത്ത മധ്യഭാഗത്ത് യേശു ജനിച്ചു വീണു 33 തിരുവയസ്സ് വരെ അവർ ജീവിക്കുവാനിടയായി. നിങ്ങളുടെ ചെറിയ സന്ദേശമാണെങ്കിൽ വേണ്ട ആചാരങ്ങളൊന്നും ചേട്ടന് വേണ്ട ആചാരങ്ങളില്ല. ക്രിസ്മസിനൊക്കെ സഹകരിക്കുന്ന ആളുകളാണുള്ളത്. ഇങ്ങനെ മൈക്ക് വെച്ച് കെട്ടിയുള്ള അറിയാൻ മേത്തോണ്ടാണ് പറഞ്ഞത്. ഇപ്പൊ മനസ്സിലായത് ചേട്ടൻ എല്ലാ സ്ഥലത്തും പോകുന്നതുകൊണ്ടാണ് ഞാനിവിടെ വണ്ടി വിളിച്ച് ചോദിച്ചത്. എത്ര വർഷമാണ് ഈ പരിപാടി ഇവിടെ വേണ്ട അത്ര പറഞ്ഞു. ഒരു പ്രശ്നം ഉണ്ടായിരിക്കാൻ വേണ്ടി അവന് വേണ്ടാന്ന് പറഞ്ഞു. എൻ്റെ പേര് രതീഷ്, RSSന്റെ താലൂക്കിന്റെ കാര്യമാണ്. എവിടെ സ്വദേശിയാണെന്ന് ചേട്ടനോട് സ്നേഹത്തിന്റെ ഭാഷയിലേക്ക് പറഞ്ഞാൽ മനസ്സിലായത്. ചേട്ടാ ഇപ്പം നമ്മൾ രണ്ടും മാത്രം സ്നേഹത്തോടെ മനസ്സിലായത്. തിരിച്ചു വരാനുള്ള ഷാജഹാൻ ചേരുന്നു. ഷാജഹാൻ, വളരെ സമാധാനപരമായി അവിടെ നിന്ന് സംസാരിക്കുന്ന രണ്ട് മനുഷ്യർക്ക് നേരെയാണ് RSSന്റെ താലൂക്ക് കാര്യവാഹകൻ എന്ന് പറയുന്ന ആളുടെ ഭീഷണി. എന്താണ് വിശദാംശങ്ങൾ? തീർച്ചയായിട്ടും ഷമി, നമുക്കറിയാം, നമ്മൾ സാധാരണഗതിയിൽ ഇത് വടക്കേ ഇന്ത്യയിലൊക്കെയാണ് സാധാരണ നമ്മൾ വാർത്തകളിലും മറ്റും നമ്മളിത് കാണുന്നത്. പക്ഷേ അപ്പോൾ നമുക്കിത് അത്ഭുതം തോന്നാറുണ്ട്, കാര്യം ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന്. പക്ഷേ ഇതിപ്പോൾ കേരളത്തിലും ഇതിൻ്റെ വേരുകൾ എത്തിച്ചേർന്നിരിക്കുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കേണ്ടത്. ക്രിസ്തു മതത്തെക്കുറിച്ചും ക്രിസ്തുവിനെക്കുറിച്ചും സന്ദേശം നൽകുന്ന ക്രിസ്തുമസ് ദിനത്തിൽ അവരെത്തി നാട്ടുകാർക്കിടയിൽ ബോധവൽക്കരണം നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് അവരെത്തിയിരിക്കുന്നത്. ഈ കേരളത്തിലെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ഏത് ജാതി വിഭാഗത്തിലും ഏത് മതവിഭാഗത്തിൽപ്പെട്ടവർക്കും ജീവിക്കാനും അവരുടെ സന്ദേശം നൽകാനുമുള്ള സ്വാതന്ത്ര്യമുള്ള നാടുകൂടിയാണ്. നേരത്തെ ഇന്ത്യ അങ്ങനെ ആയിരുന്നുവെങ്കിൽ പോലും നിലവിലെ സാഹചര്യത്തിൽ കേരളത്തിലാണ് ഇത്തരത്തിലുള്ള സുരക്ഷിതമായിട്ട് ഇവർക്ക് ഇത്തരം കാര്യങ്ങളും സന്ദേശങ്ങളും നൽകാൻ സാധിക്കുന്നത്. പക്ഷേ ഇവിടെ പോലും RSSന്റെ പ്രവർത്തകരെന്ന് സ്വയം പരിചയപ്പെടുത്തിക്കൊണ്ടാണ് ഭീഷണി സ്വരത്തിൽ ഇവരെ വിരട്ടി ഓടിച്ചിരിക്കുന്നത്. ആദ്യം ഞങ്ങൾ മാന്യമായ ഭാഷയിൽ പറയുന്നു, പക്ഷേ അത് നിങ്ങൾ ചെവിക്കൊണ്ടില്ല എങ്കിൽ പ്രത്യാഘാതം ഗുരുതരമായിരിക്കും എന്നുള്ള രീതിയിൽ അവരെ ഭീഷണിപ്പെടുത്തുകയാണ്. ഉടൻ തന്നെ അവരവരുടെ ആ സന്ദേശം നിർത്തി അവരുടെ മൈക്കും കാര്യങ്ങളുമൊക്കെ മടക്കി കെട്ടിക്കൊണ്ടു പോകുന്നൊരു കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. എന്തായാലും വളരെ ദുഃഖകരമായ, അതോടൊപ്പം തന്നെ വളരെ ഞെട്ടിക്കുന്ന ഒരു സംഭവം കൂടിയാണിത്. കാര്യം കേരളത്തിലും ഇത്തരത്തിൽ കാര്യം പൊതുവേദിയിൽ അല്ലെ പൊതുസ്ഥലങ്ങളിൽ അവർക്ക് അവരുടെ കാര്യങ്ങൾ സംസാരിക്കുന്നതിന് ആർക്കും ഒരു എതിർപ്പുമില്ല. പക്ഷേ ഇത്തരം സാഹചര്യത്തിൽ പോലും അതിനെ എതിർക്കുന്നതിന് വേണ്ടി RSSന്റെ നേതാക്കൾ വന്ന് ഞങ്ങൾ RSSകാരാണെന്ന് പറഞ്ഞതിന് ശേഷം അവരെ ഭീഷണിപ്പെടുത്തി മടക്കി അയക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. BJPയുടെ നേതാക്കളുമായിട്ട് അല്ലെങ്കിൽ BJPയുടെ വലിയ നേതാക്കളൊക്കെ ആയിട്ട് കേരളത്തിലെ മതമേലധ്യക്ഷന്മാരൊക്കെ തന്നെ വളരെ സൗഹൃദത്തോടു കൂടി സംസാരിച്ച് അവർക്ക് വേണ്ട പിന്തുണയൊക്കെ നൽകുന്ന ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് അവരുടെ താഴെത്തട്ടിൽ പ്രവർത്തിക്കുന്ന ക്രിസ്തീയ സമുദായത്തിൽ വിശ്വസിക്കുന്ന, ക്രിസ്തുവിനെ സ്നേഹിക്കുന്ന, ക്രിസ്തുവിനെ വിശ്വസിക്കുന്നവർക്ക് നേരെ ഇത്തരത്തിൽ RSS പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ഗുരുതരമായിട്ടുള്ള ഭീഷണിയും മറ്റും ഉണ്ടാകുന്നത്. ഷമി. തീർച്ചയായും ഷാജഹാൻ, ഇതൊരു മൈൻഡ് സെറ്റിൻ്റെ വിഷയമാണ്. അതായത് ആർക്കും ഉപദ്രവമില്ലാതെ അവിടെ നിന്ന് അവരുടെ ദൈവകാര്യങ്ങൾ പറയുന്ന രണ്ട് പേരെ എത്ര നിഷ്കളങ്കമായിട്ട് വന്ന് ഭീഷണിപ്പെടുത്തുകയാണ്. അതായത് അവരുടെ ഉള്ളിൽ രൂഢമായിട്ടുള്ളൊരു വിശ്വാസം, അതായത് ഇത്തരം ആൾക്കാർ ഈ രാജ്യത്തേക്ക് കടന്നു വന്ന് അവരുടെ മതം പ്രചരിപ്പിക്കുന്നുവെന്ന് RSS ആദ്യകാലം മുതൽ തന്നെ പറയുന്ന ആ നിലപാട് ഇപ്പോഴും RSSന്റെ ഓരോ പ്രവർത്തകൻ്റെയും ഉള്ളിൽ കൃത്യമായി ഉണ്ട് എന്നുള്ളതാണ് ഈ സംഭവം വ്യക്തമാക്കുന്നത്. തീർച്ചയായിട്ടും
തീർച്ചയായിട്ടും ഷമി, നമുക്കറിയാം ആർക്കും എന്തും വിശ്വസിക്കാനും അതിൽ പ്രവർത്തിക്കാനുമുള്ള സ്വാതന്ത്ര്യമുള്ള നാടാണ് നമ്മുടേത്. അപ്പോൾ അത് അവർക്ക് ആർക്കും ആരെയും തടയാനുള്ള ഒരു അവകാശം ആരും നൽകിയിട്ടുമില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ ക്രിസ്തീയ സമുദായത്തിൽപ്പെട്ട പാവങ്ങളായിട്ടുള്ള രണ്ടുപേർ നിന്ന് ദൈവവചനങ്ങൾ പറയുകയും അതോടൊപ്പം തന്നെ സന്ദേശങ്ങൾ നൽകുകയൊക്കെ ചെയ്യുന്നൊരു ഘട്ടത്തിൽ അവരെ ഭീഷണിപ്പെടുത്തി അവിടെ നിന്നും മടക്കി അയക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. അതും കേരളത്തിൽ സംഭവിച്ചു എന്ന് പറയുമ്പോൾ സാധാരണ വടക്കേ ഇന്ത്യയിൽ മാത്രം നമ്മൾ ഇത്തരത്തിലുള്ള വാർത്തകൾ കാണാറുണ്ട്. ക്രിസ്തീയ സമുദായത്തിന് നേരെ അക്രമങ്ങൾ നമ്മൾ കാണാറുണ്ട്. പക്ഷേ അതോടൊപ്പം തന്നെ ക്രിസ്തീയ സമുദായവുമായിട്ടൊരു അടുത്ത ബന്ധം തങ്ങൾ പുലർത്തുന്നുവെന്ന് അവർ അത്തരത്തിലുള്ള നാടകങ്ങളും നമ്മൾ കാണാറുണ്ട്. പക്ഷേ ഇതിനെയൊക്കെ തന്നെ പൊളിക്കുന്നതാണ് ഇപ്പോൾ നമ്മൾ കണ്ട ഈ കാഴ്ച. RSSൻ്റെ താഴെത്തട്ടിലുള്ള പ്രവർത്തകരാണ് ആർക്കും യാതൊരു ഉപദ്രവമില്ലാതെ പാതയോരത്ത് നിന്ന് ഇത്തരത്തിൽ ദൈവവചനങ്ങൾ പറയുകയും ക്രിസ്മസ് സന്ദേശം നൽകുകയും ചെയ്യുന്ന പാവപ്പെട്ട രണ്ടുപേരെ ഭീഷണിപ്പെടുത്തി അവിടെ നിന്ന് മടക്കി വിടുന്ന കാഴ്ച നമ്മൾ കണ്ടിരിക്കുന്നത്. അതും ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ ഈ വാർത്തകൾ പ്രചരിക്കുകയാണ്. ഷമി, തീർച്ചയായും ഷാജഹാനാണ് വിവരങ്ങൾ നൽകിയത്. ഹരിപ്പാട് മുതുകുളത്ത് ക്രൈസ്തവ സന്ദേശം പ്രചരിപ്പിച്ചവർക്ക് ഭീഷണി.